ഹലോ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വോക്കാണ് കേട്ടോ. ഇന്നത്തെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇത് കാർബൺ സ്റ്റീൽ മെറ്റീരിയലാണ്, കാസ്റ്റ് അയൺ അല്ല. ഞാൻ കാസ്റ്റ് അയൺ അന്വേഷിച്ചാണ് പോയത്. പക്ഷേ കാസ്റ്റ് അയൺ ഭയങ്കര ഹെവി ആയിട്ട് തോന്നി. അത് ലിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ കൈ വേദനിക്കും. പക്ഷേ ഇത് വെയിറ്റ് ഉണ്ട്, പക്ഷെ അത്രയും വെയിറ്റ് ഇല്ല. ഇതൊരു 30 സെൻറ്റിമീറ്റർ, അതായത് 12 ഇഞ്ചിൻ്റെ വോക്കാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടുത്തെ റിയൽ പ്രൈസ് $69.99 ആണ്. ഇപ്പോൾ അത് $55.99 ആണ്. ഇതിൻ്റെ BK എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം അവർ എഴുതിയിട്ടുണ്ട്. ഇത് ഗ്രീസ് ചെയ്തതാണ് ഓൾറെഡി. എങ്കിൽ കൂടി അവർ പറയുന്നത് നമ്മൾ സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് നല്ലോണം സ്പഞ്ച് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വേണം, ഡ്രൈ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ ഒരു മെയിൻ ഡിഫറൻസ് എനിക്ക് തോന്നിയത് കാർബൺ സ്റ്റീലിൽ 99% അയണും 1 to 2% കാർബണുമാണ്. പക്ഷേ കാസ്റ്റ് അയണിൽ 97 to 98% ഇത് അയണും 1 to 3% വരെ കാർബണുമാണ്. അപ്പോൾ പിന്നെ ഇത് കുറച്ചും കൂടി നമുക്ക് സ്മൂത്താണ് ഇതിൻ്റെ സർഫസ്. പിന്നെ പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. യൂസേജ് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഉണ്ട്. എങ്ങനെ അതിന് ശേഷം ഇത് എങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കണമെന്നും അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് വാഷ് ചെയ്യണതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാക്കി, പിന്നെ അതിൻ്റെ അകത്തോട്ട് ലിക്വിഡ് സോപ്പ് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ നല്ല സ്പഞ്ച് വെച്ച് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ സ്പഞ്ച് വെച്ചിട്ട് നല്ലോണം എല്ലാ സ്ഥലത്തും നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഗ്രീസെല്ലാം പോകാനുള്ളതൊക്കെ പോകും. പിന്നെ അകവും പുറമൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് നല്ലോണം വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഡ്രൈ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഓയിൽ ഇത് നമ്മുടെ എണ്ണയോ എന്തെങ്കിലും പുരട്ടി വെക്കണം. ശരിക്കും കാസ്റ്റ് അയൺ പോലെ തന്നെയാണ്. ഞാനപ്പോൾ ആദ്യമായിട്ട് കുക്ക് ചെയ്തത് ഗാർലിക് സ്പിനാച്ചാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇച്ചിരി ബട്ടറും കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു. അതിനുശേഷം ഞാൻ ഗാർലിക് ഇട്ടു. പിന്നെ നമ്മുടെ ബേബി സ്പിനാച്ച്, ഓർഗാനിക്കാണിത്, ബേബി സ്പിനാച്ച് വാങ്ങിച്ചത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ജസ്റ്റ് അധികം സമയം വേണ്ട, പെട്ടെന്ന് തന്നെ ആവും സ്പിനാച്ച്. കുറച്ച് സോൾട്ടും കുറച്ച് പെപ്പറും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ബട്ടർ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബട്ടർ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ സ്പൈസസ് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് പെപ്പർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഗാർലിക് സ്പിനാച്ച് റെഡിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല സുഖമാണ് കേട്ടോ. ഇതിൽ അടി പിടിക്കണമൊന്നുമില്ല, നല്ല സ്മൂത്താണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗാർലിക് സ്പിനാച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.